നമസ്കാരം. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യ ഹർജി ആദ്യം വന്നപ്പോൾ കോടതി പറഞ്ഞത്, ബോബി നിങ്ങൾക്കൊരു പ്രത്യേകതയുമില്ല, സാധാരണ ഹർജി പോലെ പരിഗണിക്കും എന്നാണ്. അത് കേട്ടവർ കരുതി നമ്മുടെ നീതിപീഠങ്ങൾ കൂടുതൽ ജെൻഡർ സെൻസിറ്റീവ് ആയിരിക്കുന്നു എന്ന്, പ്രത്യേകിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടോടെ. എന്നാൽ ആ വിശ്വാസത്തിന്റെ ആയുസ് എത്രയാണ്? ഇന്നത്തെ ജാമ്യ ഉത്തരവ് അത്തരമൊരു ചോദ്യം ഉയർത്തുന്നുണ്ടോ? കാരണം ആദ്യം കോടതിയെടുത്ത കടുത്ത നിലപാട് ജാമ്യ ഉത്തരവിൽ കാണുന്നില്ല. ശക്തമായ ഉപാധിയെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്, പക്ഷേ പതിവ് വ്യവസ്ഥകൾ മാത്രം. ബോബിയുടെ സാമൂഹ്യ മാധ്യമ ഇടപെടൽ നിയന്ത്രിച്ചിരുന്നെങ്കിൽ, ഇപ്പോഴും അയാളുടെ ദ്വയാർത്ഥങ്ങൾ പുളയ്ക്കുന്ന സൈബർ വാളുകൾ നിരോധിച്ചിരുന്നെങ്കിൽ ആ ഉത്തരവിന്റെ തിളക്കം കൂടുമായിരുന്നില്ലേ? സെലിബ്രിറ്റിയാണ് താനുമെന്ന് ബോബി കോടതിയോട് പറഞ്ഞിട്ടുണ്ട്. ആ നാടകം ജയിലിലും ബോബി തുടരുന്നു. പുറത്തിറങ്ങാതെ റിമാൻഡ് പ്രതികൾക്ക് വേണ്ടി പോരാളിയാകാനുള്ള പുറപ്പാടിലാണ് ബോബി ഇപ്പോൾ. അപ്പോൾ ബോബിയുടെ ജാമ്യം ഉയർത്തുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. ജാമ്യത്തിന്റെ സന്ദേശം എന്ത്? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് വീണ എസ് നായർ, അഭിഭാഷകൻ പ്രിയദർശൻ തമ്പി, എഴുത്തുകാരി എം.എ. ഷഹനാസ്, പബ്ലിക് പോളിസി വിദഗ്ധ ഡോക്ടർ നിഷ എന്നിവർ തത്സമയം അതിഥികളായി പങ്കുചേരുകയാണ്. അല്പസമയത്തിനകം രാഹുൽ ഈശ്വറും ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം വീണ എസ് നായർ, ഈ ജാമ്യ ഉത്തരവ് താങ്കൾ പരിശോധിച്ചു കാണും എന്ന് കരുതുന്നു. എന്താണ് ഈ ഉത്തരവ് വായിക്കുമ്പോൾ തോന്നുന്നത്? ഇപ്പൊ പ്രോസിക്യൂഷൻ പറയുന്നുണ്ടായിരുന്നു, ശക്തമായ സന്ദേശം നൽകണം ജാമ്യം നൽകാതെ എന്ന്. ജാമ്യം നൽകുന്നതിന്റെ നിയമവശങ്ങളൊക്കെ ഉത്തരവിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ ഉത്തരവിലൂടെ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്ന് പൊതുവേ നമ്മൾ പറയാറുണ്ട്. ബോബി ചെമ്മണ്ണൂറിനെ ഞാൻ വിചാരിക്കുന്നു, സാധാരണ കേരളത്തിലെ സ്ത്രീജനങ്ങൾ 4 ദിവസമെങ്കിൽ 4 ദിവസം അഴികൾക്കുള്ളിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത് ശക്തമായൊരു സന്ദേശം തന്നെ ജനങ്ങൾക്കിടയിൽ നൽകും. ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ പ്രോസിക്യൂഷൻ അദ്ദേഹത്തിന് ബെയിൽ കൊടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ ആവശ്യമില്ല, അത്തരത്തിൽ ചോദ്യം ചെയ്യണമെന്നുള്ള ആവശ്യങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. കാരണം കൂടുതൽ ദിവസങ്ങൾ അകാരണമായി ഒരാളെ ജയിലിലിടണ്ട എന്ന് ആയിരിക്കാമോ കോടതി വിലയിരുത്തിയിരിക്കുന്നതെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇപ്പം സൂചിപ്പിച്ചതുപോലെ ഈ ബെയിൽ കൊടുക്കുന്ന സമയം വച്ചിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഈ ബോബി ഫാൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നിപ്പോൾ ആ ജയിലിന് മുമ്പിൽ വന്ന് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷന്റെ പ്രതിനിധികൾ നമ്മൾ ദിവസവും ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ഓരോ പേജും നമ്മൾ ഓരോ പേജ് പരിശോധിക്കുമ്പോൾ 10,000-വും 15,000-വും ലൈക്കും ഒക്കെയാണ് അദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇത് വളരെ സംഘടിതമായിട്ട് ഒരു മൂവ്മെന്റ് ബോബി ചെമ്മണ്ണൂർ ഫാൻസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂചിപ്പിച്ചതുപോലെ കോടതി കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൂടി പ്രതിരോധിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു എങ്കിൽ എന്ന ഒരു വനിത എന്നുള്ള നിലയിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഏതായാലും ഇന്ന് അത്തരത്തിലുള്ളൊരു വിധി നമുക്ക് ലഭ്യമായിട്ടില്ല എന്നത് വളരെ ഖേദകരം തന്നെയാണ്. ശ്രീമതി എം.എ. ഷഹനാസ്, ഇവിടെ ഇപ്പോ ഈ ജാമ്യ വ്യവസ്ഥകളൊക്കെ നാം സാധാരണ കാണുന്ന തരത്തിലുള്ള ഉപാധികളോടെയുള്ള ജാമ്യ വ്യവസ്ഥയാണ്. അതിനപ്പുറത്തേക്കുള്ള കടുത്ത ജാമ്യ വ്യവസ്ഥ എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ ഉത്തരവ് വായിക്കുമ്പോൾ? അങ്ങനെയാണ് ജഡ്ജി വിധിന്യായം ഈ ഉത്തരവ് എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഈ പറയുന്ന സ്ട്രിഞ്ചന്റ് കണ്ടീഷൻസ് എന്നൊക്കെയാണ്. പക്ഷെ നാം ഇത് ജാമ്യം കൊടുക്കുമ്പോൾ കാണുന്ന പതിവ് ഉപാധികളാണ്. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? കൂടാതെ ഇയാൾ ആക്രമണം നടത്തുന്നത് എങ്ങനെയാണ്? ഏറ്റവും ശക്തമായ ആക്രമണം നടത്തുന്നത് എങ്ങനെയാണ്? സൈബർ ഇടത്തിലൂടെയാണ്. ആ സൈബർ ഇടത്തിൽ നിർബാധം അയാൾക്കിനിയും ഈ വിഹരിക്കാൻ കഴിയുക, അയാൾക്ക് നേരിട്ടല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്ന 1000 നാവുകളുണ്ട്. അതിനൊന്നും കടിഞ്ഞാണിടാത്ത ഒരു ഉത്തരവ് എന്ന് പറയുമ്പോൾ ഫലത്തിൽ ഏതെങ്കിലും തരത്തിൽ ബോബിക്ക് അയാൾ ചെയ്ത പ്രവൃത്തികൾ തുടർന്നുകൂടാ എന്നൊരു താക്കീത് നൽകുന്ന എന്തെങ്കിലും ഇതിലുണ്ടോ? കോടതി വിധിയെ സത്യം പറഞ്ഞാൽ ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ കാണുകയാണ്.
പക്ഷെ നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഇനിയും തുടരില്ല എന്നൊക്കെ പറയുന്ന രീതിയിലും അദ്ദേഹത്തിൻ്റെ കുറേ പ്രതിനിധികളുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും നിങ്ങൾ ഇന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ജാമ്യം കിട്ടിയിട്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ആളുകളാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്താണ് പറയുന്നത്, അതല്ലെങ്കിൽ അത് ഏതെങ്കിലും വ്യക്തികളിൽ ഒതുങ്ങുന്നതാണോ, ആൺ പുരുഷ പെൺ ആൺ എന്ന വ്യത്യാസമില്ലാതെ തന്നെ അദ്ദേഹം എല്ലാവരോടും ദ്വയാർത്ഥത്തിലും അശ്ലീലപരമായിട്ടും സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിൽ ചെറിയ കുട്ടികളൊന്നും ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരോടും ഇതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് കേരളത്തിൻ്റെ തന്നെ വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് കാണേണ്ടത്. കാരണം ഇതൊരു കേസ് വരുന്നു, അല്ലെങ്കിൽ ആ കേസിൽ കോടതി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ജാമ്യം ലഭിക്കുന്നില്ല, ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ജാമ്യം ലഭിക്കുന്നു, അത് കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങുന്നു എന്നൊക്കെ പറയുന്നത് പോസിറ്റീവായിട്ട് കാണുന്നു ഞാൻ. കാരണം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മുന്നോട്ട് ഇനി വരുന്ന ആളുകൾക്ക് അതൊരു വലിയൊരു പ്രശ്നമായിട്ട് തന്നെ കാണട്ടെ. കാരണം പണവും അധികാരവും പ്രശസ്തിയും ഒക്കെ ഉള്ള ആളുകൾക്ക് പോലും നിയമം ഒരു നിയമത്തിന് വിധേയമാകേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു മെസ്സേജായിട്ട് നമുക്ക് കാണാം. പിന്നെ നമുക്കറിയാം, പണ്ട് കാലത്ത് സതി നിരോധിച്ചപ്പോൾ പോലും സ്ത്രീകളാണ് രംഗത്തിറങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെയാണ് ഞാൻ ഇന്ന് ബോച്ചയെ സ്വീകരിക്കാൻ എത്തിയ സ്ത്രീകളെ പോലും ഞാൻ കാണുന്നത് അതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാമ്യ വ്യവസ്ഥയെ അനുസരിച്ച് ബോച്ചയെ നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അത് വലിയ ഒരു മാതൃകയായിരിക്കുമെന്ന് വിശ്വസിക്കാനും അങ്ങനെ ആഗ്രഹിക്കാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും എല്ലാം നമ്മുടെ ചെറിയ കുട്ടികളടക്കം കാണുന്നതാണ്. അവിടെ ഇരുന്നിട്ടാണ് ഈ ഒരു മനുഷ്യൻ ദ്വയാർത്ഥ പ്രയോഗം നടത്തി അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വരുന്നത്. ഞാനും ഇതിന് ശരിക്കും പറഞ്ഞ ഒരു വിക്റ്റിമായിട്ടുള്ള ആളാണ്. ഫസ്റ്റ് നിയമസഭാ പുസ്തകോത്സവം നടക്കുന്ന സമയത്ത് അവിടെ പുസ്തകം വാങ്ങാൻ വന്ന അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ബാക്കി പുസ്തകങ്ങൾ എടുക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് ആൺ പെൺ അല്ലെങ്കിൽ ഇതുവരെ ചർച്ച നടന്നിരുന്നത് പോലെ ഈ വിഷയത്തിൽ വസ്ത്രധാരണമോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വേറെന്തെങ്കിലും രീതിയിലോ ഒന്നുമല്ല വിഷയം. അദ്ദേഹം അങ്ങനെയാണ് ഒരു കോമാളി വേഷം കെട്ടി കേരളത്തിൽ മുഴുവൻ നടന്നുകൊണ്ട് അശ്ലീലം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാതൃകയാവുക. അത് ആഘോഷിക്കാൻ ഒരുപാട് ആളുകളും അവനവൻ്റെ വീട്ടിലുള്ള സഹോദരിക്കോ പെങ്ങൾക്കോ ഭാര്യക്കോ പ്രശ്നം വരുമ്പോൾ മാത്രം ഈ കേരളത്തിലുള്ള ആളുകൾ പ്രതികരിക്കേണ്ടത്. ബാക്കിയുള്ള സ്ത്രീകളെയും ബഹുമാനിക്കാനുള്ള ഒരു മാന്യത എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ ഈ ഒരു ജാമ്യ വ്യവസ്ഥയും അദ്ദേഹത്തിന്റെ മാറ്റവും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്, സോഷ്യൽ മീഡിയ ഇടങ്ങളിലും ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീ അവർ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ, അവർ അത്യാവശ്യം നന്നായി സൂം ചെയ്തിട്ടാണ് ഇവർ ചാനലിന്റെ റേറ്റ് കൂട്ടാൻ പ്രദർശിപ്പിക്കുന്നത്. ഇവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സെൻസറിങ് ഉണ്ടോ? കേരളത്തിൽ ഒരു കുറച്ച് സമയം കൂടുതൽ ഒരു സ്ത്രീയെ നോക്കിയാൽ പോലും കേസെടുക്കാൻ പറ്റുന്ന സാധ്യതയുള്ള ഇടമാണ് നമ്മുടെ കേരളം. അങ്ങനെയുള്ള ഇടത്താണ് സ്ത്രീകളെ ഇത്രയും മോശമായി ചിത്രീകരിക്കുന്നത്, അവരെ മോശമായി സൂം ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതിനൊന്നും ഒരു നിയന്ത്രണം ഇതുവരെ ഇല്ല. പിന്നെ സൈബർ ഇടത്തിൽ ആരെങ്കിലും അശ്ലീല കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കുകയും നമ്മൾ ഇതിനെതിരെ കേസ് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എനിക്കുണ്ടായ അനുഭവം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം സൈബർ പോലീസ് എന്നെ വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ കേസ് കൊടുത്ത ആൾ പറഞ്ഞു ഷഹനാസ് മാപ്പ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കേസ് പിൻവലിക്കട്ടെ എന്ന് എന്നോട് ചോദിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മുടെ സൈബർ പോലീസിന്റെ അവസ്ഥ. എൻ്റെ പ്രശ്നം അറിഞ്ഞിട്ട് എൻ്റെ ഒപ്പം നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവരെ ആ പ്രതിയുടെ വാക്ക് കേട്ടിട്ട് ഞാൻ ക്ഷമ കൊടുത്തു പറഞ്ഞിട്ട് കേസ് പിൻവലിക്കാനുള്ള തിരക്ക് കൂട്ടുകയാണ്. അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം, നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം ഇതാരാണ് കമന്റ് ഇട്ടിട്ടുള്ളത്, അശ്ലീലം പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ കണ്ടെത്തി അവർക്ക് മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഗതികേടാണ് ഓരോരുത്തർക്കുള്ളത്. അത് രാഷ്ട്രീയ മേഖലയിലും സിനിമാ മേഖലയിലും ഏത് മേഖലയിലും നിൽക്കുന്ന സ്ത്രീകളാണെങ്കിലും ഇത്തരത്തിൽ സൈബർ ഇടത്തിൽ വളരെ മോശമായിട്ട് തന്നെയാണ് പ്രതികരണങ്ങൾ. ഇതിനൊന്നും ഒരു സെൻസറിങ് ഇല്ല എന്നുള്ളത് വലിയ ഒരു പ്രശ്നമായിട്ട് കാണുന്നു. ശരി, ഇപ്പോൾ ഡോക്ടർ നിഷയിലേക്ക്. ഡോക്ടർ നിഷ, ഈ സൈബർ ലിഞ്ചിങ് എന്ന പ്രയോഗം നമ്മുടെ മുന്നിലുണ്ട്, സൈബർ അറ്റാക്ക് അങ്ങനെ പല രൂപത്തിലുണ്ട്. എന്ന് വെച്ചാൽ ഒരു വ്യക്തി നേരിട്ടിറങ്ങി ഇതൊന്നും ചെയ്യേണ്ടതില്ല, നമുക്ക് ഏൽക്കുന്ന ആഘാതവും നേരിട്ടുള്ളതാകണമെന്നില്ല. പക്ഷേ നേരിട്ടുള്ളതിനേക്കാൾ മുറിപ്പെടുത്തുന്ന തരത്തിലുള്ളതാകുന്നു ഇത്തരം ആക്രമണങ്ങൾ. ഇത് തുടർച്ചയായി ഹണി റോസ് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് എങ്ങനെയൊക്കെയാണ് അവർക്കതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെന്ന്. ഇന്നിപ്പോൾ ഈ ബോച്ചയ്ക്ക് ഈ ജാമ്യം കൊടുക്കുമ്പോൾ ഈ പറയുന്ന യാഥാർത്ഥ്യം കോടതി എത്രമാത്രം ഉൾക്കൊണ്ടു? ഇദ്ദേഹം ജയിലിലായിരുന്നു 6 ദിവസമായി. പക്ഷേ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത്, കോടതി പോലും ഇന്ന് കുറ്റമായി കണ്ടെത്തിയിട്ടുള്ളത് പ്രഥമ ദൃഷ്ട്യാ,
അതെല്ലാം സൈബറിടത്തിൽ സജീവമായിരുന്നു എന്ന് മാത്രമല്ല ഈ ദിവസങ്ങളിൽ അത് പെരുകിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതിലൊന്നും ഒരു നിയന്ത്രണവുമില്ല. അത് ഇനിയിപ്പോൾ ബോധഛേദന നേരിട്ട് ചെയ്യാതെ തന്നെ അത് നടപ്പാക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി അത് സ്വയം മാറിയിരിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള ഇടപെടൽ ഈ ജാമ്യ ഉത്തരവിൽ ഇല്ലായിരുന്നു എന്ന പോരായ്മയുണ്ടോ? ഈ ഒരു വിഷയത്തിൽ ബോച്ച 100% ശരിയാണ് അല്ലെങ്കിൽ ഹണിറോസ് 100% തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ വളരെ ഒരു ബാലൻസ്ഡ് ആയ അപ്രോച്ച് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ അദ്ദേഹം പാസ് ചെയ്ത ദ്വാരത്ത ആയ ഒരു കമന്റ് വളരെ വളരെ മോശമാണ്. ഒരു സ്ത്രീയെയും ആരും ഒരിക്കലും അത്രയും ഒരു അശ്ലീല കമന്റ് യൂസ് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. അത് അവർക്ക് ഒത്തിരി ഹേർട്ടായി. എനിക്ക് ഹണിറോസിനോട് വളരെയധികം ഒരു ദുഃഖം തന്നെ. ഐ ഫീൽ വെരി വെരി സോറി ഫോർ ഹർ. അവർ നേരിടുന്ന സൈബർ അറ്റാക്ക് ആകട്ടെ, അവർ നേരിടുന്ന ബുള്ളിംഗ് ആകട്ടെ, ഈ ഒരു ഇൻസൾട്ട് ആകട്ടെ, ഈ ദ്വാരത്തെ പ്രയോഗം വളരെ വളരെ മോശമാണ്. അതിന് അദ്ദേഹത്തിന് മാപ്പ് ചോദിക്കാൻ റെഡി ആയിരുന്നു, മാപ്പ് ചോദിക്കുകയും ചെയ്തു. പക്ഷേ രണ്ട് കൈയും കൂട്ടുമുട്ടുമ്പോഴല്ലേ സാറേ ഈ പറഞ്ഞ പോലെ ശബ്ദം വരിക. അല്ലാണ്ട് ഒരു കൈ കൂട്ടിമുട്ടിയാൽ മാത്രം ശബ്ദം വരില്ലല്ലോ. ഹണിറോസ് എന്ന് പറഞ്ഞൊരു സ്ത്രീ, ഷീസ് എ സെലിബ്രിറ്റി. അവർ സോഷ്യൽ വേദികളിൽ പോകുമ്പോൾ, പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ പോകുമ്പോൾ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം അവർക്ക് ഉണ്ടായിരിക്കണം. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഇത്ര ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ അവർ അതനുസരിച്ച് അവരെ ട്രെയിൻ ചെയ്യണം. അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അവർ കംപ്ലൈന്റ് ചെയ്തു. 100% ശരിയാണ്. ഞാൻ അവർക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ കംപ്ലൈന്റ് ചെയ്ത് വളരെ കറക്റ്റായ കാര്യമാണ്. കാര്യം ഒരു സ്ത്രീക്കും ഇത്ര ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല. പക്ഷെ താനും കുറച്ച് തന്നെ ശ്രദ്ധിച്ചുകൂടെ എന്നൊരു ചോദ്യം ഇല്ലാതെ ഇല്ല. കാര്യം പൊരുൾ ഏവൻ എന്നൊരു വാക്യം എന്ന് എപ്പോഴും ഓർത്തു വെക്കേണ്ട കാര്യമാണ്. സ്ഥലത്തിനനുസരിച്ച് പെരുമാറുകയും സംസാരിക്കുകയും വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ ഒരു കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു IS വരെ പഠിപ്പിക്കാൻ പോകുന്നു. അവിടെ എനിക്ക് ബിക്കിനിയും ഷോർട്സ് ഇട്ട് നടക്കാൻ ഒക്കത്തില്ലല്ലോ. എനിക്ക് എന്റേതായ ഒരു ബേസിക് സ്ട്രക്ചർ ഫോളോ ചെയ്യണം. അവരൊരു ഉദ്ഘാടന പരിപാടിയിൽ പോകുമ്പോൾ അതൊരു ജ്വല്ലറി ഉദ്ഘാടനം ആകട്ടെ, ഒരു സ്കൂൾ ഉദ്ഘാടനം ആകട്ടെ, ഒരു ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ആകട്ടെ, ഒക്കെ ശരി. അതനുസരിച്ച് അവർക്ക് ഡ്രസ്സ് ധരിക്കാൻ പാടില്ല എന്നാരും പറഞ്ഞിട്ടില്ല. അവര് പോകുന്ന സ്ഥലത്തിനനുസരിച്ച് അവർക്ക് അത് ഫോളോ ചെയ്യാം. ഇപ്പൊ അവർ പറഞ്ഞു, ഹണിറോസ് പറഞ്ഞു, തന്റെ ഫോട്ടോ വളരെ മോശമായ രീതിയിൽ എടുക്കുകയും ചിത്രീകരിക്കുകയും അവരുടെ ഫാൻസ് തന്നെ അവർക്ക് അഗേൻസ്റ്റ് പോവുകയും ചെയ്യുന്നു പറയുന്നു. അതിനുള്ള അവസരം ഉണ്ടായി കൊടുത്തിട്ടല്ലേ അവർ ചെയ്യുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവരൊരു സോഷ്യൽ മെസ്സേജ് ആണ് സൊസൈറ്റിയിൽ പാസ് ചെയ്യുന്നത്. ഇവിടെ ഹണിറോസ് 100% തെറ്റുകാരെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ബോച്ചയും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പാസ് ചെയ്ത കമന്റ് വളരെ വളരെ തെറ്റാണ്. അതിൽ ഒരു തരത്തിലും ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ അവരെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ ഇത്രയും ലെവലിൽ ഈ ഒരു പ്രശ്നം രൂക്ഷമായി എത്തത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഈ കടന്ന 6-7 അല്ലെങ്കിൽ കടന്ന ഒരാഴ്ച നടക്കുന്ന ഈ പ്രശ്നത്തിൽ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടും കൂടി ഇല്ലേ എന്ന് എനിക്ക് തോന്നാതെ ഇല്ല. ബോച്ചയുടെ ഭാഗത്താകട്ടെ അല്ലെങ്കിൽ ഹണിറോസിന്റെ ഭാഗത്തും ആകട്ടെ. കാരണം ഒരു സെലിബ്രിറ്റിയാണ്. അന്യഭാഷ ചിത്രങ്ങളിൽ പോലും അവർ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇതുകൊണ്ട് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് ഉണ്ടാകുകയും അവരുടെ പ്രൊഫൈലിൽ ഗ്രോത്ത് ഉണ്ടാകുകയും ചെയ്യുന്നു. അവരൊരിക്കലും ഇന്ന ഡ്രസ്സ് ധരിക്കാൻ പാടില്ല, അവരിങ്ങനെ മാത്രമേ ധരിക്കാവൂ ആരും പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ആർട്ടിക്കിൾ 19 ടോക്സ് അബൌട്ട് റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം എന്ന് പറഞ്ഞാൽ അത് ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. ആ ഫ്രീഡത്തിനെ പ്രോപ്പറായി യൂസ് ചെയ്യുന്ന വിധത്തിൽ എക്സ്പ്രസ് ചെയ്യുകയും യൂസ് ചെയ്യുകയും ചെയ്യണം. ഇവിടെ ഒരു തമാശ രൂപത്തിലാണ് ബോച്ച ഇങ്ങനെ ഒരു അശ്ലീലമായ കമന്റ് പാസ് ചെയ്തത്. അത് തമാശ രൂപത്തിലായാൽ പോലും ഒരു സ്ത്രീയോട് പാസ് ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിനവർ കേസ് കൊടുത്തു, അതിന് മാപ്പ് പറഞ്ഞു, ഒക്കെ ശരി. പക്ഷെ വീണ്ടും 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 അതിനെ വളച്ചൊടിച്ച് വേറെ ലെവലിൽ കൊണ്ടുപോവുകയും അതിന്റെ ലിമിറ്റേഷൻസ് ആണെങ്കിൽ താൻ ഒരു തരത്തിലും തെറ്റുകാരിയല്ല എന്ന് വരുത്തിയിരിക്കുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ ശരിക്കും ഒരു ചോദ്യചിഹ്നം വരിക തന്നെ ചെയ്യുകയാണ്. എന്തെന്ന് വെച്ചാൽ ഇവർക്ക് ഉള്ള ഫാൻസ് ആകട്ടെ, ഹണിറോസിനുള്ള ഫാൻസ് ആകട്ടെ, അവരുടെ പപ്പരാസീസ് ആകട്ടെ, അല്ലെങ്കിൽ അവരുടെ ഫോളോവേഴ്സ് ആകട്ടെ, അവരെന്ത് മെസ്സേജാണ് അവർ കൊടുക്കുന്നത്? ഈ കേരളത്തിൽ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളാരും വിട്ടികളും മട്ടന്മാരും അല്ലല്ലോ. നമ്മളെ പ്രോപ്പറായ ഒരു സ്ട്രക്ചർഡ് ആയ രീതിയിൽ, ഒരു മോഡസ്റ്റ് ആയ രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അവർ ബീച്ചിലോ പാർക്കിലോ ക്ലബിലോ ഇഷ്ടമുള്ള തുണി ധരിക്കട്ടെ, ആരും വേണ്ടാന്ന് പറഞ്ഞില്ല. അവർ ഇനോഗ്രേഷന് പോലും ഇഷ്ടമുള്ള തുണികൾ ധരിക്കട്ടെ, വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ ഒരു പൊരുൾ ഏവൻ എന്നൊരു ബേസിക് ആയ ഒരു കോൺസെപ്റ്റ്, ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, ഇത് തിരുവള്ളൂർ പറഞ്ഞയാണ്, ഒരു ഫേമസ് ആയ റൈറ്റർ പറഞ്ഞാണ് തമിഴില്. അപ്പൊ അത് ഫോളോ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾക്ക് എന്തിനാണ് വിദ്യാഭ്യാസം, നമുക്ക് എന്തിനാണ് ഒരു കൾച്ചർ? ഇപ്പൊ താങ്കൾ പറയുന്നത് ഹണിറോസ് ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ലായിരുന്നു എന്ന്. അല്ല, ഒരു സെക്കൻഡ് ഇപ്പൊ മാലാ പാർവതി അങ്ങീ പറയുന്ന ചിട്ടവട്ടങ്ങളിലൂടെ പോവുകയായിരുന്നു. അവർ തന്നെ അവരെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ, എന്റെ വാക്കുകളല്ല. പക്ഷെ അവർ വല്ലാത്ത രൂപത്തിൽ സൈബർ ആക്രമണത്തിന് വിധേയമായി. ഈ രൂപത്തിൽ തന്നെ ഹണിറോസ് എങ്ങനെയാണോ വാക്കുകൊണ്ട് അധിക്ഷേപിക്കപ്പെട്ടത് ലൈംഗികമായി, സമാനമായ ആക്രമണം മാലാ പാർവതിക്ക് നേരിട്ടു. അതെന്തുകൊണ്ടാകും അപ്പോൾ? എനിക്ക് വ്യക്തമായിട്ടില്ല, കേൾക്കുന്നില്ല. ഹലോ. മാലാ പാർവതി സമാനമായ ആക്രമണം നേരിട്ടു എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് സൈബർ പോലീസിന് കേസ് കൊടുത്തു. ഈ സംഭവത്തിന്റെ പിന്നാലെ മാലാ പാർവതി അവരെ പറ്റി തന്നെ പറഞ്ഞത് ചർച്ചകളിൽ, ഞാൻ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക രൂപത്തിലൊന്നും വേഷം ധരിച്ചല്ല പോകുന്നത്, നിങ്ങൾക്കൊക്കെ എത്രയോ കാലമായി എന്നെ അറിയാം. ഇത്തരം ഈ പറയുന്ന ഈ പ്രഭ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഉദ്ഘാടന സദസ്സുകളിലും അവർ പോകുന്നില്ല. പക്ഷെ അവർ ആക്രമിക്കപ്പെട്ടു.
ഡോക്ടർ നിഷ പറയും പോലെയാണ് എങ്കിൽ ഡോക്ടർ നിഷ പറയും പോലെയാണ് എങ്കിൽ മാലാ പാർവതി ആക്രമിക്കപ്പെട്ടുകൂടാ സൈബർ അടുത്ത്? ഈ മാലാ പാർവതി ആകട്ടെ, അല്ലെങ്കിൽ ഈ ഡോക്ടർ നിഷ ആകട്ടെ, അല്ലെങ്കിൽ ഈ വേദിയിൽ ഇരിക്കുന്ന സ്പീക്കേഴ്സ് ആകട്ടെ, ആളുകൾ പറഞ്ഞൊരിച്ചു പോലും ഈ ലോകത്ത് എല്ലാവരും ക്രിറ്റിസൈസ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ഒരു ഫുൾ കവേർഡായ പർദ എന്ന് പറഞ്ഞൊരു ഒരു വസ്ത്രം ധരിച്ചു പോകുന്ന ഒരു സ്ത്രീയെ പോലും കമന്റ് ചെയ്യുകയും ചൂഷണം ചെയ്യുന്ന നാടാണ് നമ്മുടെ നാട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കവേ നമ്മൾ ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ ആ ഹണി റോസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ആ നടി വന്നിട്ട് അങ്ങനെ ഒരു ഉദ്ഘാടന വേദി ആകട്ടെ അല്ലെങ്കിൽ മറ്റു വേദികളിൽ പോകുമ്പോൾ അവർക്കൊന്ന് ശ്രദ്ധിച്ചൂടെ? ഡോക്ടർ നിഷ, പർദ്ദയിട്ട് ശരീരം മുഴുവൻ ആവരണത്തിലൂടെ പോകുന്ന ഒരാൾ പോലും ഇത്തരം ആക്രമണങ്ങൾക്ക് വിധേയമാവുകയാണ് എങ്കിൽ അല്ലല്ല ഒരു സെക്കൻഡ്, അങ്ങ് ആദ്യം പറഞ്ഞ ഭാഗമൊക്കെ ഞാൻ കേട്ടല്ലോ. എങ്കിൽ ഈ പറയുന്ന ഹണി റോസ് അത്യധികം ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറയുന്നതിൽ ഒരു യുക്തിയുമില്ല. കാരണം ശരീരമാസകലം തുണി കൊണ്ട് മൂടി ഒരാൾ നടന്നു പോയാൽ പോലും ആക്രമിക്കപ്പെടും ഒരു സമൂഹത്തിൽ സ്ത്രീകൾ എങ്കിൽ ആ സമൂഹത്തിനുള്ള തകരാറിനെ പറ്റിയാണ് പറയേണ്ടത്. അല്ലാതെ ഈ തുണിയുടെ ഏറ്റിറക്കത്തെ പറ്റിയല്ല. ഞാൻ വരാം ഡോക്ടർ നിഷ, ഞാൻ വരാം. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഇവിടെ ഈ ജാമ്യ ഉത്തരവ് കടുത്ത വ്യവസ്ഥകളോടുള്ളതാണ് എന്ന് പറയാൻ കഴിയുമോ? എത്രമാത്രം ജെൻഡർ സെൻസിറ്റീവാണ് ഈ ഉത്തരവ്? അല്ല, ഇതിനെപ്പറ്റി പറയുമ്പോൾ ആമുഖമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ എല്ലാ മതങ്ങളുടെയും അമ്മ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും ഉദാത്തമായ മുഖം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ആമുഖം എന്ന് തന്നെ പറയുന്നത് പേഴ്സണൽ ലിബർട്ടി എന്നുള്ളതാണ്. പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും ഭരണഘടനാ അവകാശമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ബെയിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജാമ്യ ഉത്തരവിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകതയുണ്ട് എന്ന് നമുക്ക് ഒരു കാരണവശാലും പറയാൻ കഴിയില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോടതികളെ സംബന്ധിച്ചിടത്തോളം കോടതികൾക്ക് നിയമത്തിൽ എന്താണോ, കാരണം നിയമം ഉണ്ടാക്കുക എന്നുള്ളത് പാർലമെന്റിന്റെയും നിയമസഭയുടെയും ജനാധിപത്യ സംവിധാനങ്ങൾ, ജനാധിപത്യ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ നിയമം അനുശാസിക്കുന്നത് ഇന്റർപ്രറ്റ് ചെയ്യുവാനും ആ നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള ഓർഡറുകൾ കൊടുക്കാനും നിരസിക്കുവാനും മാത്രമേ കോടതികൾക്ക് കഴിയുകയുള്ളൂ. ഈ ഒരു ഒഫൻസ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ട്രയബിൾ ബൈ ദി മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ ചെയ്യപ്പെടേണ്ട ഒരു ഒഫൻസാണ്. അപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ബോച്ചെ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം വളരെ മോശപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുകയും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ആയാലും ശരി, നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന പ്രവണതകൾക്കെതിരെയുള്ള വലിയൊരു സൂചന എന്നുള്ള തരത്തിൽ തന്നെ അത്ര ഒരു ജുവലറി ഉടമയായിട്ട് പോലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒളിവിൽ പോയ ആളിനെ മുൻകൂർ ജാമ്യം കൊടുക്കാൻ പോലുമുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തു. കാരണം നമുക്കറിയാം, പല കേസുകളിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഇതിലും കൂടുതൽ ഗ്രീവിയസ് ആയിട്ടുള്ള, വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് വന്നിട്ടുള്ള പല കേസുകളിലും പലരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അവർക്കൊക്കെ മുൻകൂർ ജാമ്യം കിട്ടി പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടായി. എന്നാൽ ഇദ്ദേഹത്തെ അങ്ങനെയുള്ള അവസരം പോലും നിഷേധിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുവാൻ തയ്യാറായി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, കോടതി മുമ്പാകെ ഹാജരാക്കി, മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കി. അന്ന് തന്നെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രമുഖനായ അഭിഭാഷകൻ ഹാജരായി. എന്നാൽ ജാമ്യം നിഷേധിച്ചു. ആ ജാമ്യം നിഷേധിച്ചുകൊണ്ട് അയാളെ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. അയാൾ അവിടെ ബോധം കെട്ടുകൊണ്ട് ഹോസ്പിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു നീക്കം നടത്തി. അത് പരാജയപ്പെട്ടു. അദ്ദേഹം 5ഓളം ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. അടിയന്തരമായി തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്യപ്പെട്ടു. അത് പരിഗണനയ്ക്കെടുപ്പിച്ചു. അപ്പോൾ നമുക്കറിയാം, പല കേസുകളിലും സുപ്രീം കോടതി പോലും, അർണബ് ഗോസ്വാമിയുടെ കേസിൽ പോലും സുപ്രീം കോടതിയിൽ പോലും ചില ബെയിൽ ആപ്ലിക്കേഷൻസ് ഒക്കെ അന്ന് തന്നെ ജാമ്യം കൊടുക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ കേസിലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അങ്ങനെ വാദം കേട്ട് അന്ന് തന്നെ ജാമ്യം കൊടുക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഈ പ്രതിക്ക് യാതൊരുവിധ പ്രത്യേക പരിഗണനയില്ല എന്ന് പറയുകയും സ്വാഭാവികമായും ആ കേസ് ചൊവ്വാഴ്ച ആയ ഇന്ന് ഗവൺമെന്റിന്റെ പോലീസിന്റെ പ്രോസിക്യൂഷന്റെ ഇൻസ്ട്രക്ഷൻ എടുത്തതിന് ശേഷം വാദം കേൾക്കുകയും അത് ജാമ്യം കൊടുക്കാതിരിക്കേണ്ട ഒരു ഒഫൻസ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ജാമ്യം ശരിയാണ്. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഇദ്ദേഹത്തെ അനന്തകാലം അകത്ത് പൂട്ടിയിടണമെന്നല്ല പറയുന്നത് എന്ന് മാത്രവുമല്ല, ഈ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങളുടെ പരമാവധി ശിക്ഷ 7 വർഷത്തിന് താഴെയാണ്, 3 വർഷമാണ് കൃത്യമായി പറയുകയാണെങ്കിൽ. അങ്ങനെ വരുമ്പോൾ സുപ്രീം കോടതി വിധികളുണ്ട് 7 വർഷത്തിന് താഴെയാണെങ്കിൽ അനിവാര്യമാണെങ്കിൽ മാത്രം അറസ്റ്റ് മതിയെന്ന്. ഇതൊക്കെ സമ്മതിച്ചു. ചോദ്യം അതല്ല. ഇയാൾ അകത്ത് കിടക്കുമ്പോഴും ഇയാളുടെ വാക്കുകൾ ഏറ്റെടുക്കാൻ മുഖമില്ലാത്ത 1000 ശബ്ദങ്ങൾ ഉണ്ടായി. അത് പെരുകി വന്നു. അപ്പോൾ അതാണ് ഈ കുറ്റത്തിൻ്റെ ഏറ്റവും വലിയ ഈ പറയുന്ന ആഘാതശേഷി അതുണ്ടാക്കുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള
ഒരു ജാഗ്രത, അത്തരം കടുത്ത വ്യവസ്ഥകൾ എന്തേ ഇല്ലാതെ പോയി? ഇപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഇദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറയുകയാണ്, ഞാൻ ഉറപ്പ് നൽകുന്നു അദ്ദേഹം ഇനി മേലിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന്. ആ ഉറപ്പെടുത്തുകൊണ്ടാണ് ഈ പറയുന്ന ജാമ്യ വ്യവസ്ഥയിലേക്ക് കോടതി ഉത്തരവിറക്കുന്നത്. അതിനേക്കാൾ അപ്പുറത്ത് ഇത് സാധ്യമാകാത്ത രൂപത്തിലുള്ള കൃത്യമായ നിയന്ത്രണങ്ങളിലേക്ക് കോടതിക്ക് എന്തുകൊണ്ട് പോയിക്കൂടെ? ഇപ്പോൾ കോടതി പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഈ ഉത്തരവിൽ, ഇത് എന്ത് സന്ദേശമാണ് നൽകുക? തെറ്റായ സന്ദേശം നൽകും ഇദ്ദേഹത്തെ പുറത്തുവിട്ടാലെന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോൾ കോടതി പറയുന്നുണ്ട് ഇതുവരെ നടന്ന നടപടികൾ, ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചതാണതെല്ലാം, അത് അസാധാരണവുമാണ്, സംശയമില്ല. പിടിച്ചകത്തിട്ടു എന്നത് ചെറിയ കാര്യമല്ല. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതി പറയുകയാണ് ഇത് മതിയായ സന്ദേശം സമൂഹത്തിന് നൽകുന്നുണ്ട്. എങ്ങനെ സമൂഹത്തിന് നൽകുന്നു എന്നത് ഇതിപ്പോൾ ഇങ്ങനെ പെരുകി പെരുകി വരികയാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളെല്ലാം സൈബർ ഇടത്തിൽ ഒരിടത്തായിരുന്നെങ്കിൽ അത് 10 ഇടത്ത്, അത് പെറ്റുകൂട്ടി സ്വയം 100ഉം സഹസ്രവും ഒക്കെ ആകുന്നു. അത് നിയന്ത്രിക്കുന്നൊരു ഇടപെടൽ ഈ വിധിയിൽ ഉണ്ടാകുന്നില്ല എന്നത് പ്രധാനമല്ലേ? അല്ല ശ്രീ വേണു, ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇത് പെരുകി പെരുകി വരുന്നു എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. അത് നമ്മുടെ സമൂഹത്തിൽ ആകമാനം പടർന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ. കാരണം ഈ സൈബർ ഇടത്തിൽ ആരെയും എന്തും പറയാമെന്നും അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ പണ്ട് പറയുന്നത് പോലെ അമ്മയെ തല്ലിയാൽ പോലും 2 പക്ഷം എന്ന് പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളെ പോലും യാതൊരു അടിസ്ഥാനവുമില്ലാതെ പിന്തുണയ്ക്കുവാനുള്ള ആളുകളുടെയൊക്കെ പ്രവണതകൾ കൂടി വരികയാണ്. അതിന് യാതൊരു സംശയമില്ല. അതിൻ്റെ ചില പ്രതിഫലനങ്ങളാണ് ഈ ബോച്ചയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ട് പോലും ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളല്ലേ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിയാണ്, കോടതികളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും വേണ്ട, അയാൾ ഇനിയും ഇത്തരത്തിലുള്ള പ്രവണതകൾ അയാൾ ഏർപ്പെടുകയാണെങ്കിൽ അയാളുടെ ബെയിൽ ക്യാൻസൽ ചെയ്യാൻ കഴിയും. അയാളുടെ ബെയിൽ കോടതി പറയേണ്ട കാര്യമില്ല, പ്രത്യേകമായി കണ്ടീഷൻ വെക്കേണ്ട കാര്യമില്ല. അതെല്ലാം ചോദ്യം സൈബറിടത്തിലെ നിയന്ത്രണം എന്നതിലേക്ക് കോടതി കടക്കാത്തത് എന്തുകൊണ്ട് എന്നതാണ് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി. അല്ല, അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. കാരണം അത്തരത്തിൽ കോടതികൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി മാത്രമേ ചെയ്യാൻ കഴിയൂ. കാരണം ഒരു ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കേസിന്റെ ബെയിൽ ആപ്ലിക്കേഷനിൽ എത്രത്തോളം ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചൊക്കെ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതൊക്കെ വലിയ ഇപ്പോൾ ഈ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അങ്ങേക്കറിയുന്നതാണല്ലോ. അവരുടെ പേര് ചില താരങ്ങൾ പിന്നീട് പറഞ്ഞു. അപ്പോൾ തന്നെ അതിൻ്റെ മേലുള്ള നിയമ നടപടികളിലേക്ക് അവർക്ക് വിധേയമാകേണ്ടി വരികയും അവർക്ക് ആ കാര്യത്തിൽ നിയമപരമായ വിശദീകരണം നൽകേണ്ടി വരികയും ഒക്കെ ചെയ്തു, അല്ലേ? കാരണം കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവരുടെ പേര് പറയരുത് എന്ന്. അപ്പോൾ ഒരു നാവുപിഴയായി വന്നു എന്നൊക്കെ ചിലർ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് അവർ ബുദ്ധിമുട്ടി, പിന്നീട് അതിൽ നിന്ന് അവർ ഒഴിയുന്ന സാഹചര്യം വന്നു. അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്. അത് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയേണ്ടതില്ല. അതൊരു വലിയ ആക്രമണ സ്വഭാവത്തിൽ ഒരാളിൽ നിന്ന് മാത്രമായല്ലോ ഇപ്പോൾ ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രശ്നം. ഇവിടെ ഒരു ബോച്ചെ, ഹണി റോസ്, അങ്ങനെയല്ലല്ലോ ഇത് നടക്കുന്നത്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു നിയന്ത്രണമില്ല എന്ന് വരുമ്പോൾ ഒരു ബോച്ചയ്ക്ക് പകരം 1000 ബോച്ചമാരുണ്ടായി കഴിഞ്ഞു. ഒരു ഹണി റോസ് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നത്. ഇത് മറ്റ് ഹണി റോസുമാർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്, ദാ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാൽ 1000 ആകുന്ന രൂപത്തിലുള്ള അവസ്ഥയായിരിക്കും വരിക എന്ന്. അത് കോടതി കാണാതെ പോയോ എന്നതാണ് ചോദ്യം. അല്ല, അത്തരത്തിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങോട്ട് സൂചിപ്പിച്ചതുപോലെ ഈ അതിജീവിതമാരുടെ കേസിൽ അത് കോടതി പറയേണ്ട കാര്യമില്ല. കോടതി പറഞ്ഞത് ആ നിയമത്തിൽ തന്നെ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. കാരണം നിയമത്തിൽ തന്നെ അത് ഈ വിക്ടിമിന്റെ അല്ലെങ്കിൽ സർവൈവറുടെ പേരുകൾ പറയാൻ പാടില്ല എന്നുള്ള പ്രൊവിഷൻ ഉണ്ട്. ആ പ്രൊവിഷൻ ഒന്നും കൂടി പറയുകയാണ് ആ വിധിന്യായത്തിൽ ചെയ്തത്. പക്ഷേ ഇത് ഒരു കമ്പാരിറ്റീവ്ലി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കമ്പാരിറ്റീവ്ലി ഒഫൻസ് ലെസ് സീരിയസ് ഒഫൻസ് ആണ്. തീർച്ചയായിട്ടും എക്സ്ക്ലൂസീവ്ലി ട്രയബിൾ ബൈ ദ മജിസ്ട്രേറ്റ് ആണ്. അപ് ടു 3 years മാത്രം പണിഷ്മെന്റ് വരുന്ന ഒരു നോൺ ബെയിലബിൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന, അല്ലെങ്കിൽ ബെയിലബിൾ ആണോ എന്ന് പോലും ഇന്റർപ്രറ്റ് ചെയ്യാവുന്ന ഒരു ഒഫൻസ് മാത്രമാണ്. അത് ലെജിസ്ലേച്ചറാണ് എനിക്ക് തോന്നുന്നു, കോടതികളല്ല, ലെജിസ്ലേച്ചറാണ് ഈ നിയമങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു അഴിച്ചുപണിയേണ്ടത്. കാരണം ഇത്തരത്തിലുള്ള പ്രവണതകൾ കൂടി വരുമ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാക്കണം. അങ്ങനെ കർശനമാക്കി ഇങ്ങനെയുള്ള ആളുകൾക്ക് ജാമ്യം കിട്ടാതെ കുറെ കാലം കൂടി കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തണം എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ്. ഒരു വലിയ ശരി പക്ഷെ അപ്പോഴും ഈ സൈബർ ഇടത്തിലെ ഇടപെടലുമായി ബന്ധപ്പെട്ട ഒരു നിയന്ത്രണങ്ങളും വരുന്നില്ല എന്നതൊരു ന്യൂനത തന്നെയല്ലേ എന്നത് പ്രധാനമാണ്. കാരണം കോടതി വ്യവഹാരത്തിൽ പോലും ഇത് സംഭവിച്ചു. വീണ എസ് നായർ ഈ പേജ് 7 കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വറും എത്തിയിട്ടുണ്ട്. രാഹുലെ കേൾക്കാമോ?
ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ ചർച്ചകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ എന്താ പുരുഷന്മാരെയും ഞങ്ങളൊക്കെ ഉയർത്തുന്ന നിലപാടിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടർ നിഷയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ബോച്ചയുടെ വാക്ക് തെറ്റിപ്പോയി എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു, ബോച്ചയും അംഗീകരിക്കുന്നു, കോടതിയും മറ്റും ഒക്കെ അംഗീകരിക്കുന്നു. പക്ഷെ അത് പെരുകുമോ എന്ന പേടിയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ബോച്ചയുടെ ഒരു വാക്ക് തെറ്റിപ്പോയതിന് 6 ദിവസം ബോച്ചെ ജയിലിൽ കിടന്നു. എന്നാൽ ഉമ്മൻചാണ്ടിക്കെതിരെ, നിവിൻ പോളിക്കെതിരെ, എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പേജുകളോളം വ്യാജ പരാതി എഴുതിയ സ്ത്രീകൾ ഒരു FIR പോലും വിധേയമാകുന്നില്ല. എന്തൊരു കൗതുകമാണല്ലേ. അതായത് ബോച്ചെ ഒരു വാക്ക് പറഞ്ഞ് തെറ്റിപ്പോയി, ബോച്ചയെ തീർച്ചയായും ശിക്ഷിക്കണം, അതൊരു സമൂഹത്തിന് മെസ്സേജ് കൊടുക്കണം. പക്ഷേ പേജാന്തരം കള്ള പരാതികൾ എഴുതി, കള്ള 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്ത, കള്ള രീതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി കൊടുത്ത, നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്ത കുട്ടിക്കെതിരെ ഒരു FIR പോലും ഇടുന്നില്ല. കലികാലം എന്നൊക്കെ ഞങ്ങൾ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് ഇതുകൊണ്ടായിരിക്കാം. കാരണം ആ ഒരു വരി തെറ്റിപ്പോയതിന് ബോച്ചെ 1 വർഷം ജയിലിലിടണോ, 2 വർഷം ജയിലിലിടണോ, 3 വർഷം ജയിലിലിടണോ എന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. എന്നാൽ നേരെ മറിച്ച് നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതിയാണെന്ന് പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും ആ കുട്ടിക്കെതിരെ ഒരു FIR എങ്കിലും ഇടണം എന്ന് ഈ നാട്ടിൽ ആരും ആവശ്യപ്പെടുന്നില്ല. ഞങ്ങൾ എന്താ ആണുങ്ങൾ വലിഞ്ഞു കയറി വന്നതാണോ, ഈ കടലിൽ ഒഴുകി വന്നതാണോ? ഈ നാട്ടിലെ പുരുഷന്മാർക്ക് എന്തെങ്കിലും ഒരു അവകാശം വേണ്ടേ? അപ്പൊ ഇതൊന്നും ആലോചിച്ചാൽ മതി. ഇനി ഒരു വരി കൂടെ പറഞ്ഞു, എന്റെ കൂടെ കാര്യമായിട്ട് പറഞ്ഞതാണ്. ഈ നിവിൻ പോളിക്കെതിരെയും എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും ഒക്കെ വ്യാജ പരാതി കൊടുക്കുന്നവർക്കെതിരെ വ്യാജ പരാതി എന്ന് തെളിഞ്ഞതുകൊണ്ട് ഒരു കേസ് പോലും ഇല്ല. പക്ഷേ വിമർശിച്ച രാഹുൽ ഈശ്വറിനെതിരെ ഹൈക്കോടതിയിൽ കേസ്, പോലീസ് സ്റ്റേഷനിൽ പരാതി, വനിതാ കമ്മീഷന്റെ അധ്യക്ഷ, ഭരണഘടനാ പദവിയുള്ള വ്യക്തി ഇന്ന് എനിക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തൊരു നമ്മൾ ജീവിക്കുന്ന നാടിന്റെ ഇരട്ടത്താപ്പുകളൊക്കെയാണ് പറയുന്നത്. ഇത് മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. നാളെ നമ്മളെ രാഹുൽ ഈശ്വറിനെ അടക്കമുള്ള ആൾക്കാർക്കെതിരെ വന്നാൽ ഞങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ല. ഞങ്ങളെ കോർണർ ചെയ്താൽ ഒരു പുരുഷ കമ്മീഷൻ എനിക്കില്ല. എനിക്കെതിരെ അങ്ങനെ ഒരു വേട്ടയാടൽ വന്നാൽ ഒന്ന് പോയി സഹായം അഭ്യർത്ഥിയ ആരുമില്ല. കൂടുതൽ അഡ്വക്കേറ്റ്സിനോട് ചോദിച്ചാൽ പറയും ഞങ്ങൾ ചെയ്യൂല, നീ സ്ത്രീ വിരോധിയാണ്, ഞങ്ങൾ ഇനി സ്ത്രീ വിരോധിയാണെന്ന ബ്രാൻഡ് കേൾക്കേണ്ടി വരും, ചാപ്പ അടിക്കേണ്ടി വരും. എല്ലാ മാധ്യമങ്ങളും വെർബൽ റേപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞോളെ. അങ്ങനെ ഒരു ചാനൽ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് രാഹുൽ ഈശ്വർ വെർബൽ റേപ്പ് ചെയ്യുകയാണ്. ഈ നാട്ടിൽ പുരുഷന്മാർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് വേണുജിയെ പോലൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകരും മീഡിയ വൺ എന്ന പ്രമുഖ ചാനലും സ്ത്രീകൾക്ക് സംഭവിക്കുന്ന യാതൊരു തെറ്റുകളെ കുറിച്ചും ഒരിക്കലും ഉയർത്തിക്കാട്ടാതെ ബോച്ചയുടെ എല്ലാവരും തെറ്റെന്ന് അംഗീകരിച്ച ഈ ഒരു വാക്ക് പ്രോളിഫറേറ്റ് ചെയ്ത് നാട് മുഴുവൻ ആകും. അതുകൊണ്ട് കുറച്ചുകൂടെ ദിവസം ജയിലിലിടണമെന്ന് പറയുന്നത് ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ കൂടുതൽ ദിവസം ഈ ബോച്ചയെ കൂടുതൽ ദിവസം ജയിലിലിടണമെന്ന് ഈ ചർച്ചയിൽ ഒരു ഘട്ടത്തിലും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ രാഹുലെ. അതല്ല പ്രശ്നം എന്ന് പറയുന്നത് ബോച്ചെ അകത്താണോ പുറത്താണോ എന്നതല്ല. അതിനപ്പുറം അയാൾ എന്താണോ ദ്വയാർത്ഥ പ്രയോഗം എന്ന് പറഞ്ഞതും കോടതി പ്രഥമ ദൃഷ്ട്യാ കുറ്റമെന്ന് കണ്ടെത്തിയതും ആ കാര്യങ്ങൾ സജീവമായി തന്നെ നിൽക്കുന്നു. സജീവമായി മാത്രമല്ല, അത് പെറ്റുപെരുകുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതിനെവിടെയൊരു നിയന്ത്രണം, ആ പരിശോധനയാണ് നാം ഈ ചർച്ചയിൽ ഇതുവരെ പറഞ്ഞത്. ഒരു ചോദ്യം അങ്ങയോടാണ്. ഒരാൾ കേരളത്തിൽ ഏതെങ്കിലും ഒരാൾ, ഒരു സൈബർ ഞരമ്പ് രോഗിയെങ്കിലും ബോച്ചെ പറഞ്ഞത് ശരിയാന്ന് ന്യായീകരിച്ച് അങ്ങ് കണ്ടോ? ഞാൻ അടക്കം ഉന്നയിച്ച നിലപാടിന് 10,000 കണക്കിന് ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീജനങ്ങൾ പിന്തുണയുമായിട്ട് വന്നു. ഏതെങ്കിലും ഒരു ഞരമ്പ് രോഗിയെങ്കിലും ശരിയാണ് ബോച്ചെ പറഞ്ഞത് നന്നായി, അവൾ അത് കേൾക്കേണ്ടതാണ് എന്ന് പറഞ്ഞില്ല. ബോച്ചെ ചെയ്തത് തെറ്റാണെന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് എന്നാൽ പ്രപ്പോർഷനേറ്റ് ആകണം ഈ റെസ്പോൺസ് എന്ന് പറയുകയാണ്. പക്ഷേ ശരി രാഹുൽ, ശരി ഷഹനാസ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ പറയുന്ന കള്ളപ്പരാതികൾ നൽകിയ സ്ത്രീകൾക്കെതിരെ ഒരു നിയമ നടപടിയുമില്ല, പുരുഷ കമ്മീഷൻ ഇല്ല എന്ന് രാഹുൽ പറഞ്ഞതിനുള്ള മറുപടി. 2, ഈ സൈബർ ഇടങ്ങളിൽ ഒരിടത്തും ഈ പറയുന്ന ബോച്ചയെ പിന്തുണച്ചുകൊണ്ട് ഒന്നും വന്നില്ല. ബോച്ചയെ ചെയ്തത് തെറ്റാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത് എന്ന് രാഹുൽ പറയുന്നതിലാണോ സത്യം? രാഹുൽ ഈശ്വർ എന്നാൽ പിന്നെ സോഷ്യൽ മീഡിയയിലെ കമൻസുകളൊന്നും കാണുന്നുണ്ടാവില്ല എന്നായിരിക്കും എനിക്കതിൽ പറയാനുള്ളത്. ഒരു കാര്യം, കാരണം നിരവധി കമൻറ്റുകൾ ആ സ്ത്രീയെ, ഈ പരാതി കൊടുത്ത ഒരു സ്ത്രീയെ വീണ്ടും എന്താ പറയുക, ഈ രാഹുൽ ഈശ്വരൻ എത്ര പ്രാവശ്യം ചാനലുകളിൽ വന്നിരുന്ന് അവരെ ബോഡി ഷേമിങ്ങിന് വിധേയമാക്കി, അവരെ എത്രത്തോളം അപമാനിച്ചു. ഇത് ഹണി റോസ് നൽകിയ പരാതിയിൽ തന്നെ അവർ പറയുന്നുണ്ട്, ഭാരതീയ നിയമത്തിനനുസരിച്ചിട്ടുള്ള വസ്ത്രമേ അവർ ധരിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു കൊട്ടേഷൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ ഫീമെയിൽ വേർഷനായ അഡ്വക്കേറ്റ് നിഷയും ഇവിടെ പറയുന്നത് കേട്ടപ്പോ ശരിക്കും വിവരവും വിദ്യാഭ്യാസമുള്ള ഇവര് കാലങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വറിനെ നമ്മൾ കാണുന്നുണ്ട്. അഡ്വക്കേറ്റ് നിഷ ഇപ്പൊ പറയുന്നത് കേൾക്കുമ്പോഴും എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. കാരണം ഈ ബോച്ചെ എന്ന് പറയുന്ന നിഷ അഡ്വക്കേറ്റ് അല്ല ഷഹനാസ്, ഡോക്ടർ നിഷ പബ്ലിക് പോളിസി വിദഗ്ധ.
ഓക്കെ ഡോക്ടർ ഞാൻ നിഷ സോറി actually. ബോഡി ഷേവ് ആ, അതെ, അതെ, രാഹുൽ ഈശ്വർ പറയുന്നത് തെറ്റല്ല എങ്കിൽ എന്തുകൊണ്ട് കോടതി നിങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് ആളുകൾ പോകുന്നു? എന്തുകൊണ്ട് വനിതാ കമ്മീഷൻ അധ്യക്ഷ നിങ്ങൾക്കെതിരെ കേസ് എടുക്കണമെന്ന് പറയുന്നു? നിങ്ങൾ വ്രണപ്പെടുത്തുന്നത് കേരളത്തിലെ ഒരുപാട് ആണുങ്ങൾ വഴി കൊട്ടാൻ ചെണ്ടയാണ് മാഡം. ഞങ്ങൾ ആണുങ്ങൾ വഴി കൊട്ടാൻ കഴിയുന്ന ചെണ്ടയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നിങ്ങൾ പറയുന്നു ബോച്ചെ ഒരൊറ്റ ആളോട് മാത്രമേ ഒരു വാക്ക് മാത്രം പറഞ്ഞതിന്റെ പേരിൽ ബോച്ചെ ജയിലിൽ കിടക്കണോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ ഈ ബോച്ചയെ ഇത്രയും കാലം നിങ്ങൾ കണ്ടിട്ടില്ലേ? എത്ര കാലമായി അയാൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരോടും അശ്ലീലം പറഞ്ഞു നടക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് നാളമില്ലേ ഈ ബോച്ചയെ ന്യായീകരിക്കാൻ? എന്ത് തെറ്റ്? എടോ രാഹുൽ ഈശ്വർ, ഞാൻ വളരെ മാന്യമായി വസ്ത്രം ധരിച്ച സമയത്ത് എന്നോട് ബോച്ചെ മോശമായി സംസാരിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കുക? അനുഭവിച്ചിട്ടുള്ള ആളുകൾ പറയുന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെയാണ് പുറത്തു നിന്ന് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. മിസ്റ്റർ രാഹുൽ ഈശ്വർ, മാന്യമായി നിങ്ങളാണ് പറയുന്നത്, വസ്ത്രത്തിന്റെ മാന്യത നിങ്ങളാണ് പറയുന്നത്. ഓരോ വ്യക്തിയും നിങ്ങൾ കുറെ കാലം തലയിൽ ഒരു ചുറ്റിയിട്ട് നടന്നിരുന്നല്ലോ. ഞങ്ങൾക്ക് അത് വളരെ ബോറായി തോന്നി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിക്കോ? നിങ്ങൾ പല ബാക്കിയുള്ള സ്ത്രീകളുടെ വസ്ത്രത്തെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത്? നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത് ബാക്കിയുള്ള സ്ത്രീകളുടെ വസ്ത്രത്തെ കുറിച്ച് പറയാൻ? നിങ്ങൾക്ക് എന്ത് അധികാരം? നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നിട്ടുള്ളത്? അത് തന്നെ ഞാൻ നിങ്ങളൊക്കെ നിങ്ങളുടെ ഓരോ വസ്ത്രധാരണം നടത്തുന്നു. ഈ പറയുന്ന ബോച്ചെ അയാൾക്ക് ഇഷ്ടമുള്ള വസ്ത്രധാരണം നടത്തുന്നു. ഇവിടെ ആരെങ്കിലും അയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടോ? ഇവിടെ ഭാരതത്തിന്റെ നിയമം അനുസരിച്ച് വസ്ത്രം ധരിക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ ഈ പ്രതികരണം നടത്തിയിട്ടുള്ള ആളുകളും. ഈ ഇപ്പൊ പരാതി കൊടുത്തിട്ടുള്ള ബോച്ചയ്ക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ള വ്യക്തി ഒരുപാട് ആളുകൾക്ക് വേണ്ടിയാണ് പരാതി കൊടുത്തിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവർക്ക് വേണ്ടി മാത്രമല്ല, ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടി നീതി ലഭിക്കും. പരസ്യമായിട്ട് സദസ്സിൽ ഇരുന്നിട്ട് അപമാനിക്കുകയാണ്. നമുക്ക് ചില സമയത്ത് ഒന്നും പറയാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് ഇതൊന്നും കേൾക്കാതിരിക്കണമെങ്കിൽ സ്ത്രീകൾ അടുക്കളയിൽ ഭക്ഷണവും കറിയും വെച്ച് ഇരിക്കണം എന്നതാണ് എങ്കിൽ എന്തിനാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞ് ഇപ്പൊ നവോത്ഥാനം പറഞ്ഞ സ്ത്രീകളൊക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്? വന്നു കഴിഞ്ഞിട്ട് അവരുടെ വസ്ത്രധാരണം, അവരുടെ സ്ത്രീകൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു ശാരീരിക ടൂളാണ്. എന്ത് അനാവശ്യം വേറെ ആര് പറഞ്ഞാലും സ്ത്രീകളുടെ ശരീരവും അതിനെ ഒരു ടൂളാക്കിക്കൊണ്ട് സംസാരിച്ച് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ രാഹുൽ ഈശ്വർ ശ്രദ്ധിക്കുന്നത് വളരെ സഹതാപമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതിന്റെ എങ്ങനെയാണ് ഇത് പ്രതികരിക്കേണ്ടതെന്നും ഇതൊരു കുട്ടികൾ വരെ കേൾക്കെ അശ്ലീലം പറഞ്ഞ് കോമാളിത്തരം കാണിക്കുന്ന ഒരു മനുഷ്യനെതിരെ കോടതി മുന്നോട്ട് വരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ അദ്ദേഹത്തിന് ജാമ്യം പോലും നിഷേധിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, ഈ കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും പ്രശ്നമാണ്. ഈ സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും നമ്മുടെ കുട്ടികളടക്കം നിൽക്കുന്ന ആളുകളാണ്. അവരുടെ മുന്നിൽ നിന്നിട്ടാണ് ഒരു വയസ്സായ ഒരു വൃദ്ധനായ ഒരു മനുഷ്യനോടാണ് ചായക്കടയിൽ പോയിട്ട് ഈ ബോച്ച അനാവശ്യം പറഞ്ഞത്. ഇതൊന്നും നിങ്ങൾ ആരും കണ്ടിട്ടില്ലായിരുന്നോ? ഞാൻ പറയുന്നത് ഇത് ഒരു രണ്ട് വ്യക്തികളുടെ പ്രശ്നമല്ല. ഇത് തെറ്റാണെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. നിങ്ങൾ പറയുന്നത് തെറ്റാണ്, മാപ്പ് പറഞ്ഞാൽ അത് വിട്ടുകൊടുക്കണം എന്നല്ല, അങ്ങനെയല്ല. തെറ്റാണ് ചെയ്തെങ്കിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കണം. ഇത് ബാക്കിയുള്ളവർക്ക് മാതൃകയാവണം, ഇനി ആവർത്തിക്കാതിരിക്കണം. ഈ സൊസൈറ്റിയിൽ സൈബർ ബുള്ളിങ് നടത്തുന്ന ആളുകൾക്ക് മുഴുവൻ ഇതൊരു മാതൃകയാവണമെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഉള്ള കേസ് ഉണ്ടാവേണ്ടത് തന്നെയാണ്. അതിന് നിങ്ങൾ പറഞ്ഞ പോലെ മാപ്പ്, അങ്ങനെയാണെങ്കിൽ അയാൾ ആരോടൊക്കെ മാപ്പ് പറയണം? അയാൾ പോയ പരിപാടികളിൽ മുഴുവൻ നടന്ന് അയാൾ മാപ്പ് പറയേണ്ടി വരും. അയാൾ ഒരു ഓട്ടം മത്സരം നടത്തിയിരുന്നു കേരളം മുഴുവൻ വലിയ ആളാവാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് എന്നാൽ അയാൾ മുഴുവൻ ജനങ്ങളോട് ഓടിക്കൊണ്ട് മാപ്പ് പറയേണ്ടി വരും. കാരണം അത്രയും ആൾ വ്യത്യാസമില്ലാതെ ഇയാൾ തോന്നിയാസം പറഞ്ഞുകൊണ്ട് തന്നെയാണ് നടന്നിട്ടുള്ളത്. എന്നിട്ട് അയാളെ ന്യായീകരിക്കുന്ന നിങ്ങളോടെ എന്നിട്ടും നിങ്ങൾ പറഞ്ഞു സ്ത്രീകൾ വരെ നിങ്ങളോടൊപ്പം നിങ്ങൾ പറഞ്ഞു സ്ത്രീകളടക്കമുള്ള ആളുകൾ അങ്ങനെ ആയിരക്കണക്കിന് ജോലി കൊടുക്കുന്നത് മറ്റുള്ള ആളുകളെ തെറി പറയാനോ അനാവശ്യം പറയാനുള്ള ലൈസൻസ് അല്ല. ഇഷ്ടംപോലെ ആളുകളുണ്ട് അവിടെ. അത് ചെയ്യുന്ന ഇഷ്ടംപോലെ സമ്പാദ്യമില്ലാത്ത ആളുകൾ പോലും അയാൾ അത്
ശരിക്കും ഞാൻ പറയട്ടെ, നിങ്ങളുടെ അയാൾ 670 ശരിക്കും കിലോമീറ്ററിൽ അതൊന്നും ചെയ്യേണ്ട 50 ലക്ഷം രൂപ ആവശ്യമില്ല. അതിലുണ്ടല്ലോ അയാൾ ഞങ്ങൾ 5 അതൊന്നും പേര് വിചാരിച്ചപ്പോൾ പൊളിഞ്ഞു വീണു. ഒന്നുകൂടി ഓർക്കണം. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അയാൾ മര്യാദയോടെ ഒരു മനുഷ്യനോട് പെരുമാറിയാൽ മതി. ഇവിടെ ഒരുപാട് ആളുകളെ, പല ആളുകളെയും സഹായിക്കുന്നുണ്ട്, പല ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നതൊന്നും ബാക്കിയുള്ള ആളുകളോട് തോന്നിയാസം പറയാനുള്ള ലൈസൻസ് അല്ല. അതല്ല കേരളത്തിലെ നിയമം എന്ന് അദ്ദേഹം ഇപ്പൊ പഠിച്ചല്ലോ. കുറച്ച് ദിവസം ജയിലിൽ കിടന്നല്ലോ. അതിൽ ശരിക്കും സത്യം പറഞ്ഞ അഭിമാനം തന്നെയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കെതിരെ എന്തു പറഞ്ഞ ആളാവാന്നുള്ള ഒരു തോന്നല് രാഹുൽ ഈശ്വറിനും വേണ്ട. അങ്ങനെ പറയേണ്ട ആവശ്യവുമില്ല. നിങ്ങൾക്ക് ഒരു സ്വപ്നത്തിൽ വിചാരിക്കണ്ട. വനിതാ കമ്മീഷൻ അല്ല, എന്ത് കേസ് വന്നാലും രാഹുൽ ഈശ്വർ വിമർശനം വിചാരിക്കണ്ട. ഒരു കാര്യം കൂടെ പിടിച്ചു പറ്റാൻ വേണ്ടി കാണിക്കുന്ന കോപ്രായം മാത്രമേ ഇതിന് വേണ്ടിയിട്ട് എന്താ പറയാ നിയമ നടപടികളുമായിട്ട് എല്ലാവരും മുന്നോട്ട് തന്നെ പോകും. എനിക്ക് കഴിയുമെന്നുള്ളതാണ്. പക്ഷെ താങ്കളുടെ വാദഗതി കൂടെ കേട്ടൊരു മറുപടി പറയാൻ അവസരം തരണം. അതായത് നിങ്ങൾ ചോദിച്ചല്ലോ തലേ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം രാഹുൽ തന്നെയാണ് ഷഹനാസ്. നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ സംഭവമാണ്. രാഹുൽ ഈശ്വർ സംഭവമാണ്. പക്ഷേ രാഹുൽ ഈശ്വർ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളോട്, മുഴുവൻ സ്ത്രീകളുടെ വസ്ത്രത്തെയും ശരീരത്തെയും അഡ്രസ് ചെയ്ത് പറയാനുള്ള ഒരു റൈറ്റുമില്ല. അത് മനസ്സിലാക്കിയാൽ നിങ്ങളൊരു സംഭവമായിരിക്കും. നിങ്ങൾ ഭയങ്കരമായി എന്നോട് എനിക്ക് സംസാരിക്കാൻ തന്ന സമയമാണ്. എനിക്ക് സംസാരിക്കാൻ തന്ന സമയമാണ്. അതിന്റെ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന സമയമാണ്. എനിക്ക് തന്ന സമയമാണ്. രാഹുൽ ഈശ്വർ എനിക്ക് തന്ന സമയമാണ്. രാഹുൽ ഈശ്വർ എനിക്ക് തന്ന സമയമാണ്. രാഹുൽ ഈശ്വർ എനിക്ക് തന്ന സമയമാണ്. മറുപടി പറയാനോ തയ്യാറാകണം. ഇല്ലെങ്കിൽ ഞാൻ മറുപടി പറയുമ്പോഴാണ് രാഹുൽ ഈശ്വർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എനിക്ക് തന്ന സമയമാണ്. താങ്കൾ ഇത്രയും നേരം പറയുന്നേ അതിനൊരു മറുപടി കേൾക്കണ്ടേ? ഒരുപാട് ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാത്ത വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വാക്കിന് താങ്കൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ പേടിക്കാതിരിക്കൂ. നിങ്ങളുടെ മറുപടിയുടെ ഭയമുണ്ടെങ്കിൽ പേടിക്കാതിരിക്കൂ. നിങ്ങളുടെ മറുപടിയുടെ യാതൊരു ആവശ്യവും എനിക്കില്ല. നിങ്ങളുടെ മറുപടിയുടെ ഒരു ആവശ്യം, ഒരു മാതൃകയോ നിങ്ങളൊരു റോൾ മോഡലോ അല്ല. ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളുടെ മറുപടി എനിക്ക് കേൾക്കേണ്ട ആവശ്യം പോലുമില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ, നിങ്ങളല്ലേ നിങ്ങൾ പ്രസംഗിച്ച ആളുകളെ തോൽപ്പിക്കുന്ന ആളാണെന്ന്. നിങ്ങൾ പ്രസംഗിച്ച് തോൽപ്പിച്ചിട്ട് ആർക്കാണ്? നിങ്ങൾ ഈ സമൂഹത്തിന് നൽകുന്നത് എന്താണ്? നിങ്ങൾ ഈ സമൂഹത്തിന് നൽകുന്നത് എന്താണ്? എന്ത് വാക്കാണ് നിങ്ങൾ നൽകുന്നത്? എന്തെങ്കിലും സമൂഹത്തിന് ഉപകരിക്കുന്ന ഒരു സാധനം നൽകുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രസംഗിക്കുന്നതും നിങ്ങൾ പറയുന്നതും നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് മുഴുവൻ കേരളത്തിലെ ജനങ്ങളുടെ മേൽ നിങ്ങൾ കെട്ടിവെക്കാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ട. ഞാൻ പറയുന്ന ഒരു ചോദ്യത്തിനോ അല്ലെങ്കിൽ മറുപടിക്കോ തിരിച്ചൊരു വാദഗതി ഉണ്ടെങ്കിൽ പറയാമെങ്കിൽ ഞാൻ ബഹുമാനം ഉത്തരം പറയാനല്ല ഞാൻ ഇവിടെ വന്നത്. നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനല്ല ഞാൻ വന്നത്. ഈ 600 കിലോമീറ്റർ മതിലുണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? 50 ലക്ഷം രൂപ കളഞ്ഞിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഈ തീവ്ര ഫെമിനിസ്റ്റുകൾ നാടിന് അപകടകരമാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ മാന്യതയും അത് നിങ്ങൾ പോയി ഗവൺമെന്റിനോട് ചോദിക്കണോ? നിങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഗവൺമെന്റിന്റെ കഴിവുകേടാണ്. അത് ഈ ഗവൺമെന്റിന്റെ കഴിവുകേടാണ്. സംവിധാനം വേണ്ടാന്നും പ്രചരിപ്പിക്കുന്ന ഈ തീവ്ര പുരുഷന്മാരെല്ലാം തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. പുരുഷന്മാരെല്ലാം നിങ്ങളെ പോലുള്ള ആളുകൾ തെറ്റാണെന്ന് പറയുന്നത്. ഒരുപാട് നല്ല പുരുഷന്മാരുണ്ട്. ഇവിടെ നിന്ന് സംസാരിച്ച ഇപ്പൊ സംസാരിച്ച അതിന്റെ നീതിയും ന്യായവുമാണ്. നിങ്ങൾ എന്താ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് അറ്റൻഷൻ വേണം. നിങ്ങൾക്ക് ജനങ്ങളുടെ അറ്റൻഷൻ വേണം. നിങ്ങൾ ഏത് കാര്യത്തിലാണ് മാന്യതയോടെ സംസാരിച്ചിട്ടുള്ളത്? നിങ്ങളുടെ വാക്ക് ആർക്ക് കേൾക്കണം? നിങ്ങൾ രാഹുൽ ഈശ്വറിന് കുറെ കാലമായി കേരളം കേൾക്കാൻ തുടങ്ങിയിട്ട്, രാഹുൽ ഈശ്വറിന് കുറെ കാലമായി ആൾക്കാർ കേൾക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. രാഹുൽ ഈശ്വർ
ഈ പറയുന്ന ഫെമിനിസ്റ്റുകളുടെ പത്തി ഒടിയും, ഈ പറയുന്ന ഫെമിനിസ്റ്റുകൾ താഴെ വീഴും. നിങ്ങൾ അടക്കമുള്ള 10,000-കണക്കിന് ആൾക്കാരെയാണ് ഞങ്ങൾ ശബരിമലയെ തോപ്പിച്ചത്. നിങ്ങളൊക്കെ കൊണ്ടുപിടിച്ച് 50 ലക്ഷം രൂപ ടാക്സ് മണിയിൽ നിന്ന് എടുത്ത് മതിലുണ്ടാക്കിയല്ലോ. എന്തായി? നിങ്ങൾ അടക്കമുള്ള അപ്പുറത്ത് നിന്നിട്ട് എന്തായി? ഞങ്ങൾ വിജയിച്ചതിന്റെ കാരണം ഞങ്ങൾ പറയുന്നത് സത്യമാണ്, ഞങ്ങൾ പറയുന്നത് സംസ്കാരമാണ്, ഞങ്ങൾ പറയുന്നത് ധർമ്മമാണ്. ആ ധർമ്മത്തിൽ ഞങ്ങൾ ആരെയും ന്യായീകരിക്കില്ല. പറയുന്ന കാര്യങ്ങളുടെ ന്യായം നമ്മൾ എടുക്കും. ആ പറയുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ വിജയിക്കുകയും ചെയ്യും. അതിന് ഷഹനാസ് എന്നല്ല, ഏത് ഫെമിനിസ്റ്റ് അപ്പുറത്ത് നിന്നാലും കാര്യമില്ല. എന്നെ ഒന്നല്ല 10 കേസോ 100 കേസോ എടുക്കുമെന്ന് പറഞ്ഞാലും ആ വിമർശനങ്ങളിൽ ഒഴിഞ്ഞ് പുറകോട്ട് പോകുകയുമില്ല. അവിടെ ഓർക്കേണ്ട കാര്യം, ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ള ആൾക്കാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും ന്യായീകരിക്കില്ല. പക്ഷേ ബോബി ചെമ്മണ്ണൂരിനോട് വ്യക്തിവിരോധം തീർക്കാൻ ഷഹനാസ് അടക്കമുള്ള ആൾക്കാർ ബോബി ചെമ്മണ്ണൂരിനോട് വ്യക്തിവിരോധം തീർത്ത് ബോബി ചെമ്മണ്ണൂരിനെ കരിവാരി തേക്കാൻ നോക്കുകയാണ്. എന്തുകൊണ്ട്? ബോബി ചെമ്മണ്ണൂരിനെ കരിവാരി ബോബി ചെമ്മണ്ണൂർ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വ്യക്തിവിരോധമാണ്. എനിക്ക് വിരോധമുള്ളത് സ്ത്രീകൾക്കെതിരെ മോശമായി പറയുന്നതുകൊണ്ട്, മൊത്തം ആളുകൾക്കെതിരെ മോശമായി പെരുമാറുന്നുണ്ട്. ഞങ്ങളുടെ മക്കളടക്കമുള്ള ആളുകൾ കാണുന്ന ചാനലുകളിൽ അശ്ലീലം പറയുന്നത് കൊണ്ടുള്ള വിദ്വേഷമാണ്. എല്ലാ പുരുഷന്മാരും മോശമാണ്. ശരി രാഹുൽ പറഞ്ഞതും പ്രേക്ഷകർ കേട്ടു, ഷഹനാസ് പറയുന്നതും കേൾക്കുന്നുണ്ട്. ശരി വേഗം രാഹുൽ, വേഗം രാഹുൽ. ഷഹനാസെ മനസ്സിലായല്ലോ, ഷഹനാസെക്കാട്ട് കൂടുതൽ സമയം എനിക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് ഇത് ഓർത്തു വെച്ചാൽ മതി. അതെന്താണ് അതാണോ? സംഭവമാണോ അല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ഭയങ്കര സംഭവമാണ്. നിങ്ങൾ ഈ ഭയങ്കരമായി പ്രസംഗിക്കുന്ന ആളാണ്. അതൊക്കെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ എന്ത് പറയുന്നു എന്നും ഷഹനാസ് എന്ത് പറയുന്നു എന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പല്ല, കാലങ്ങളായിട്ട് അറിയാം. ജനങ്ങൾക്കറിയാം. നിങ്ങൾ ആർക്കും ഒരു മാതൃകയല്ല. നിങ്ങൾ പോയ ഇടങ്ങളിലൊക്കെ നിങ്ങൾ എന്താ കാണിച്ചിട്ടുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങളൊരു ചാനൽ പരിപാടിക്ക് പോയി അവിടെ എന്താ നിങ്ങൾ കാണിച്ചിട്ടുള്ളത് നമുക്കറിയാം. നിങ്ങൾ ഓരോ വിഷയം വരുമ്പോഴും ഞാനൊരു സ്ത്രീയാണ്, അതുകൊണ്ട് എനിക്കെതിരെ കൈയടിക്കാൻ ആളുകൾ ഉണ്ടായില്ല എന്ന് വരും. എന്നെ മോശം പറയാൻ ഇപ്പോഴും ചിലപ്പോൾ എന്നെ മോശം പറയുന്നുണ്ടായിരിക്കും. അത് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ, അത് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ നേരത്തെ പറഞ്ഞ സാധനം. അതുകൊണ്ട് നിങ്ങൾ ഏത് സ്ത്രീകളെയാണോ ബഹുമാനിക്കുന്നത്? അത് തന്നെയാണ് നേരത്തെ പറഞ്ഞ രാഹുൽ പറഞ്ഞതിന് ഉത്തരം. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്കെതിരെ എല്ലാം ചോദിച്ചതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾ എപ്പോഴും സ്ത്രീകളെ ചൂഷണം ചെയ്യുകയും അപമാനിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എല്ലാവരും സ്ത്രീകളെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് പുരുഷന്മാർക്ക് ആളില്ലേ, പുരുഷ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞ് അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ശരി. അഡ്വക്കേറ്റ് വീണ എസ് നായർ, ഇവിടെ ഇപ്പോൾ രാഹുലും ഷഹനാസുമായുള്ള സംഭാഷണം കേട്ടല്ലോ. അതിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ഷഹനാസിന്റെ ശബ്ദം. കാരണം ഈ കോടതി ഉത്തരവ് ഏതെങ്കിലും തരത്തിൽ സ്ത്രീയുടെ പ്രതിരോധത്തിൻ്റെ ശക്തിയെ കുറയ്ക്കുകയല്ല ചെയ്തിട്ടുള്ളത്, അത് പല മടങ്ങ് ഇരട്ടിയാക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഷഹനാസിൻ്റെ ശബ്ദത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. എനിക്ക് അങ്ങോട്ടുള്ള ചോദ്യം, ഈ പേജ് 7 അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഇവിടെ ഇപ്പോൾ ഈ സൈബർ മേഖലയിൽ മാത്രമല്ല, ബോച്ചയായാലും അയാളുടെ അസാന്നിധ്യത്തിൽ രാമൻപിള്ളയെ പോലൊരു മുതിർന്ന അഭിഭാഷകനായാലും ഈ വിഷയം അവതരിപ്പിക്കുന്നത്. Thereafter, in ground I of the bail application, it is stated that nobody has a claim that the de facto complainant has exceptional talent or has won recognition from society as an actor, singer, musician, sportswoman or professional in any field. ഇങ്ങനെ പറയുകയാണ്. അതായത് ഞാനൊരു സെലിബ്രിറ്റിയാണ്, പക്ഷേ ഇവരെ പറ്റി അങ്ങനെ എന്തെങ്കിലും വ്യതിരിക്തതയുള്ള കഴിവുള്ള ഒരാളാണ് എന്ന് അവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഒന്നും ഒരാൾക്കും അഭിപ്രായമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണിതിൽ. അപ്പോൾ കോടതി ചോദിക്കുകയാണ്, നിങ്ങൾ ഇതിൽ ഉറച്ചു നിൽക്കാൻ പോവുകയാണോ? ഇത് ശരിയല്ലാത്ത പരാമർശമാണ് എന്ന് മാത്രമല്ല, എല്ലാവരുടെയും ഈ പറയുന്ന പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ വക്കാലത്ത് ഏറ്റെടുക്കാൻ നിങ്ങളെ ആരാണ് അധികാരപ്പെടുത്തിയിരിക്കുന്നത്? ഇവിടെ ഇപ്പോൾ രാഹുൽ ഈശ്വർ അടക്കമുള്ളവരുടെ പ്രതികരണത്തിൻ്റെ രീതി അറിയാമല്ലോ. പൊതുസമൂഹത്തിൻ്റെ, പൊതുമാനദണ്ഡത്തിൻ്റെ, പൊതുസ്വീകാര്യതയുടെ എല്ലാം സ്പോക്സ് പേഴ്സണായി ഇത്തരം കുറച്ച് ആളുകൾ വരികയാണ്. കോടതിക്ക് പോലും അത് കേൾക്കേണ്ടി വന്നു. കോടതി അതിൽ മുന്നറിയിപ്പ് നൽകി. ഈ പ്രതിഭാഗം അഭിഭാഷകൻ അതുകൊണ്ട് ഓടി. അങ്ങനെ കൂടിയാണ് ഇപ്പോൾ ഈ ബെയിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് കോടതിക്കകത്തു പോലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നുവെങ്കിൽ ഇതിൻ്റെ ഗതി എത്രമാത്രം ഗൗരവമുള്ളതാണ്. ഇത് ഈ 3 വർഷം 7 വർഷം എന്ന സാങ്കേതികത്വത്തിൽ മാത്രം നിർത്തിക്കൊണ്ട് പരിശോധിക്കപ്പെടേണ്ട ഒന്നാണോ? നിത്യമായി അടച്ചുപൂട്ടി അകത്തിടണമെന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഗൗരവം എത്രത്തോളം കോടതികൾ കൂടി ഉൾക്കൊള്ളാൻ നിർബന്ധിതമായിരിക്കുന്നു എന്നതാണ് ചോദ്യം.
അല്ല, രാമൻപിള്ള സാറ് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മളെപ്പോലുള്ള അഭിഭാഷകരൊക്കെ വളരെ ആരാധനയോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹം വാദിക്കാൻ വരുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്കെങ്കിലും കേൾക്കാൻ കാതുകൂർപ്പിച്ചിരിക്കുന്നവരാണ് പുതിയ തലമുറയിലെ ലോയേഴ്സൊക്കെ. അദ്ദേഹത്തെ പോലുള്ളൊരു മുതിർന്ന അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ബെയിൽ ആപ്ലിക്കേഷനിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു അധിക്ഷേപപരമായിട്ടുള്ള ഒരു കാര്യം വന്നു എന്നുള്ളത് തീർച്ചയായും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ പ്രശ്നങ്ങളെ ബോബി ഒരു കാര്യം പറയുന്നു, ബോബി മാപ്പ് പറയുന്നു, അതോടെ അത് കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. കോടതിയിൽ ഇത്തരം ഒരു വാചകം പറയുന്നു, കോടതി പറയുമ്പോൾ ഇല്ല അത് പിൻവലിക്കുന്നു എന്ന് പറയുന്നു. ആ വാക്ക് അവിടെ കിടപ്പുണ്ട്, കോടതിയിൽ ഇവര് പറഞ്ഞിരിക്കുന്ന ന്യായങ്ങൾ അവിടെ കിടപ്പുണ്ട്. ഇതാണ് പ്രശ്നം. തീർച്ചയായിട്ടും കിടപ്പുണ്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമുക്കറിയാം SC ST OBC വിമൻ ചിൽഡ്രൻ ഈ 5 കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് പൊതുവെ വീക്കർ സെക്ഷനായിട്ട് കണക്കാക്കുന്നത്. ഇവിടെ നേരത്തെ ചോദിക്കുന്നുണ്ടായിരുന്നു ആണുങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരമില്ലേ എന്നൊക്കെ, പുരുഷ കമ്മീഷൻ ഇല്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള കാരണം. ഇവിടെ സരിത നായരുടെ അടക്കം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് നമുക്ക് കേൾക്കാനിടയായി. എനിക്ക് മനസ്സിലാവുന്നില്ല, ഉമ്മൻചാണ്ടി സാറിനെ പോലെ മഹാനായ ഒരു വ്യക്തിയുടെ പേരിന്റെ അടിയിൽ കൊണ്ടുവന്ന് ബോബി ചെമ്മണ്ണൂരിനെ ഒളിപ്പിക്കുക, ഇത് വളരെ അബ്സേർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ രാഹുൽ ഈശ്വർ ആയാലും ഇനി സ്ത്രീയായി തന്നെ ജീവിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും പിന്നോട്ട് അടിക്കുന്ന ചില നിലപാടെടുക്കുന്നവരെ കുറിച്ചുകൂടി ഇപ്പൊ VT ഭട്ടതിരിപ്പാടൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന് പറഞ്ഞത് ഒരു പ്രത്യേക സമുദായത്തിനെയാണ് അന്ന് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിൽ പോലും ഞാൻ പറയട്ടെ, മൊത്തം സ്ത്രീകളുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്ന സ്ത്രീകൾ തിരിച്ച് വീണ്ടും അടുക്കളയിലേക്ക് പോകണമെന്ന് വാദിക്കുന്ന ഒരു നിലപാട് ഇന്ന് സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ വളർത്തിയെടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ശ്രീ രാഹുൽ ഈശ്വറിനെ പോലുള്ളവരൊക്കെ അതിൻ്റെ പ്രതിനിധികളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, മൊത്തം ആണുങ്ങളുടെ അവകാശങ്ങളുടെ സംരക്ഷണത്തിൻ്റെ മേലങ്കിയൊക്കെ അണിഞ്ഞു വരുന്നവരെല്ലാം അവർ പറയുന്നത്, അവർ പേരിലൊക്കെ ഈശ്വരൻ കാണുമായിരിക്കും, പക്ഷെ അവരെല്ലാം ഈശ്വര തുല്യരല്ല. അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോടതിക്ക് മുമ്പിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുചെന്ന് അവതരിപ്പിക്കാൻ ഒരു അഭിഭാഷകനായാലും സാധിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു വിഷയമാണ്. ഒരുമിച്ചിറങ്ങി വോയിസ് റേസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ശരി, ഡോക്ടർ നിഷ ചുരുക്കി പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കണം, കാരണം നമുക്ക് സമയം കുറവായിരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അങ്ങേക്ക് അറിയുകയും ചെയ്യാം. ഡോക്ടർ നിഷ, ഇന്നിപ്പോൾ കോടതിയിൽ പോലും ഇങ്ങനെ ഒരു സമീപനമാണ് കാണുന്നത്. ഇവിടെ ഞാനിപ്പോ എന്റെ കോ സ്പീക്കറായ ഷഹനവാസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ലേഡി വേർഷൻ ഓഫ് രാഹുൽ ഈശ്വർ ഡോക്ടർ നിഷയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടായോ, അവരൊരു എഴുത്തുകാരിയല്ലേ? നിങ്ങളുടെ ബുക്ക് റിലീസിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ആഭാസത്തിനും കാണിച്ചുകൊണ്ട് പോകത്തില്ലല്ലോ. നിങ്ങൾ മര്യാദയ്ക്കുള്ള ഡ്രസ് ധരിച്ചാലേ പോത്തോളൂ. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ എത്തിക്കൽ മൊറാലിറ്റി വളരെ കോൺഷ്യസ് ആയ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ. അപ്പോ ഒരു സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ ആ സെലിബ്രിറ്റിക്ക് എന്ത് തോന്നിവാസം കാണിക്കാൻ നമ്മുടെ നിയമചട്ടത്തിൽ പറഞ്ഞിട്ടില്ല. പോയിന്റ് നമ്പർ 1. And point number 2, ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ അടക്കമുള്ള ആരും പറഞ്ഞിട്ടില്ല ബോച്ച് 100% ശരിയാണെന്ന്. പക്ഷേ ഒരു നിമിഷം തമാശയ്ക്ക് വേണ്ടി 1000 ദിവസം ജയിലിൽ കിടക്കണം അല്ലെങ്കിൽ തൂക്കിക്കളെന്ന് എന്ന് പറയുന്നത് വളരെ വളരെ അട്ട റിഡിക്കുലസ് ആണ്. അതുൾപ്പെടെ ഇപ്പോ നിങ്ങൾ പറഞ്ഞു ഹണി റോസ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അങ്ങനെ പറഞ്ഞു. ഇവിടെ ഹണി റോസിനെ പറഞ്ഞത് കൊണ്ട് മാത്രമല്ല, ദി എൻറ്റയർ വിമൻ ആൻഡ് ഗേൾ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ, എല്ലാ തരം സ്ത്രീകൾക്കും അല്ലെങ്കിൽ വളർന്നിരുന്ന കൊച്ചു കുട്ടികളാകട്ടെ മുതിർന്ന സ്ത്രീകളാകട്ടെ ആരെയും ഇൻസൾട്ട് ചെയ്യാൻ ആരും റൈറ്റ് കൊടുത്തിട്ടില്ല. പക്ഷെ നിങ്ങൾ ഇതിന്റെ ഒരു കോണ്ടന്റ് മനസ്സിലാക്കേണ്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ വളരെ റാഷണൽ ആയിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് മനസ്സിലാക്കണം. അവരുടെ മോശമായ ഒരു വസ്ത്രധാരണത്തിന് മാത്രമാണ് ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത്. അവർക്ക് എന്തും ധരിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ആ ഒരു ദ്വാരത്തെ പ്രയോഗം ബോച്ച് യൂസ് ചെയ്തത് വളരെ 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 തെറ്റല്ല. ഡോക്ടർ നിഷ, താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നതിന് ഇടപെടുകയാണ്. മാത്രമല്ല മാലാപാർവതിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് നാം അതിന്റെ ഒരു മറുപടിയായി വരികയും ചെയ്താണ്. ഞാൻ ഇടപെടുകയാണ്. അല്ലല്ല, മാത്രമല്ല ഷഹനാസിന്റെ അനുഭവം പറയുകയുണ്ടായി. നിങ്ങളൊക്കെ തന്നെ അംഗീകരിക്കുന്ന വേഷവിധാനത്തിൽ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞോളൂ വീണ.
ഇങ്ങനെയാണ് സ്ത്രീ നടക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഒരു ശരി, ഡോക്ടർ നിഷ, വീണ, വേഗം. നമ്മള് ചർച്ചയിൽ വരാതെ പോയൊരു വിഷയം കൂടിയുണ്ട്. ബോബി ചെമ്മണ്ണൂറിനെ ജയിലിൽ VIP-കൾ സന്ദർശിച്ചു, അത് രജിസ്റ്ററിൽ പോലും എൻട്രി ചെയ്ത് ഇവിടെ ഇതൊക്കെ തീർച്ചയായും ചർച്ച ചെയ്യണം. നോക്കൂ, ജയിലില് റിമാൻഡിൽ കിടക്കുന്ന ഒരു പ്രതിയെ VIP-കൾ പേര് പോലും രജിസ്റ്ററിൽ ഉൾപ്പെടുത്താതെ പോയി അയാളുടെ മണി പവറോ അല്ലെങ്കിൽ അയാളുടെ പൊളിറ്റിക്കൽ പവറോ എന്ത് പവറായാലും അതിന്റെ റിഫ്ലക്ഷൻ ഇതുപോലുള്ള ബോബി ചെമ്മണ്ണൂറുമാർ തോന്നിവാസം സമൂഹത്തിൽ പറഞ്ഞു കഴിയുമ്പോൾ ആ ബോബി ചെമ്മണ്ണൂറുമാരെ അനുകൂലിച്ചുകൊണ്ട് പെണ്ണുങ്ങളാണെങ്കിലും വന്ന് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ചൂളെടുത്ത് അടി കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സ്ത്രീ സമൂഹം അതിനെ ഇറങ്ങി തയ്യാറാണോ? ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടുക്കളയ്ക്കുള്ളിലേക്ക് ഒതുങ്ങേണ്ടി വരുന്ന വളരെ സങ്കടകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹത്തിന്റെ പോക്ക്. പിന്നോട്ട് നടക്കാൻ കേരളത്തിലെ സ്ത്രീ ശരി സമയം കഴിയുകയാണ്. എന്തായാലും വീണ പറഞ്ഞ കാര്യം അവിടെയുണ്ട്. ബോബി ചെമ്മണ്ണൂരിന് VIP സൗകര്യം ഒരുക്കാൻ ഒരു ജയിൽ DIG തന്നെ അവിടെ എത്തുകയുണ്ടായി എന്ന് അല്ലല്ല അതിലേക്ക് പോകണ്ട. അല്ലല്ല രാഹുൽ ഈശ്വറിനുള്ള മറുപടി വീണ നൽകി. അതെ, ഇതൊക്കെ എന്ത് മാന്യതയാണ് ശ്രീരാഹുൽ ഈശ്വർ, എന്ത് മാന്യതയാണ് കാണിക്കുന്നത്? എത്രയായി ഉമ്മൻചാണ്ടി സാറിന്റെ പേരെടുത്ത് നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? ഫയൽ ചെയ്തിട്ടുണ്ട്. മരണത്തിന് ശേഷം പോലും ഡിഫെൻഡ് ചെയ്യുന്നില്ല. വീണ പറഞ്ഞതിൽ രാഹുലിന്റെ മറുപടിയുണ്ട്. രാഹുലിനുള്ള കൃത്യമായ മറുപടിയുണ്ട്. രാഹുൽ പിന്നെ ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശരി. അല്ലല്ല, സമയം കഴിയുകയാണ്. എന്തായാലും ഒരു കാര്യമുണ്ട്, വീണ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ബാക്കി നിൽക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിന് ഒരു VIP പരിഗണന കോടതിയിൽ കിട്ടിയിട്ടുണ്ട്. ആ സൗകര്യത്തിൽ കിടക്കുന്നത് കൊണ്ടുകൂടിയാകാം ബോബി ഇപ്പോൾ പുതിയ നാടകം കളിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങില്ല. റിമാൻഡ് പ്രതികൾക്ക് ഈ പറയുന്ന ജാമ്യത്തുക അടക്കം കെട്ടിവെക്കാൻ കഴിയാത്ത പരിതാപകരമായ അവസ്ഥയുണ്ട്. അവരുടെ എല്ലാം ഭാഗമായി താൻ അവിടെ ജയിലിൽ തുടരുമെന്നൊക്കെയുള്ള വായ്ത്താരികളുമായി ഇപ്പോൾ ബോബി വരുന്നത് പോലും ഈ VIP സൗകര്യം അടക്കമുള്ള പരിഗണനകൾ അനുഭവിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് പുതിയ ഭാഷയിൽ പുതിയ രൂപത്തിൽ ജയിലിൽ നിന്നിറങ്ങാനുള്ള അടവാണ് ബോബിയുടേത്. ഇപ്പോൾ ഒരു പോരാളി ഷാജിയെ പോലെ ഒരു പോരാളി ബോബിയായി ഇറങ്ങാനുള്ള ശ്രമം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.